നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. MDMAയും കഞ്ചാവുമായി 3 യുവാക്കൾ കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിൽ. ആദിനാട് എറണാകുളം സ്വദേശികളാണ് അറസ്റ്റിലായത്. 19 ഗ്രാം MDMAയും 75 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മാവേലിക്കരയിലെ LDF സ്ഥാനാർത്ഥിക്ക് കുന്നത്തൂരിലും NDA സ്ഥാനാർത്ഥിക്ക് മാവേലിക്കരയിലും സ്വീകരണം. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിക്ക് കരുനാഗപ്പള്ളിയിൽ വരവേൽപ്പ്. UDF കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കർഷക സംഗമം. കൊട്ടിയം ദേശീയപാതയിൽ വീണ്ടും അപകടം. കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ലോറി നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി. കൊട്ടിയം ജംഗ്ഷനിലായിരുന്നു അപകടം. വിശദമായ വാർത്തകളിലേക്ക്. MDMAയും കഞ്ചാവുമായി 3 യുവാക്കളെ കരുനാഗപ്പള്ളി പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ആദിനാട് കാട്ടിൽക്കടവ് സ്വദേശി ചെമ്പ്രി എന്ന ഷംനാസ്, എറണാകുളം മാലിക്കുളം സ്വദേശി അജിത്ത്, ആദിനാട് കാട്ടിൽക്കടവ് സ്വദേശി സജിനൽ എന്നിവരാണ് പിടിയിലായത്. കൊല്ലം ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി ആയിരപ്പാറ പാടശേഖരത്തിന് സമീപത്ത് നടത്തിയ പരിശോധനയിലാണ് 3 പ്രതികളിൽ നിന്നായി വിൽപ്പനയ്ക്കായി കരുതിയിരുന്ന 19.56 ഗ്രാം MDMAയും കവറുകളിലാക്കി സൂക്ഷിച്ചിരുന്ന 75 ഗ്രാം കഞ്ചാവും കണ്ടെത്തിയത്. നിരവധി ക്രിമിനൽ കേസുകളിലും മയക്കുമരുന്ന് കേസുകളിലും പ്രതികളാണ് ഇവർ. കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ മോഹിത്ത്, സബ് ഇൻസ്പെക്ടർ ഷിജു, ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മാവേലിക്കര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ സ്വീകരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് സ്വീകരണം നൽകുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം K സോമപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നു വന്ന പാതയോരങ്ങളെ പുളകം ചാർത്തിയാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് സ്വീകരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. വർണ്ണപ്പൂക്കൾ വാരി വിതറിയും സ്നേഹവായ്പിലെ ആലിംഗനങ്ങളും പകർന്നു നൽകിയാണ് കർഷക, കശുവണ്ടി തൊഴിലാളികളും മറ്റ് വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന പണിയാളരും അരുൺകുമാറിനെ ഇടതുപക്ഷം ചേർത്ത് നിർത്തി വിജയാശംസകൾ നേർന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പാർലമെന്റ് മെമ്പർ കൂടി ജയിച്ചു വരേണ്ട ആവശ്യകതയെ സംബന്ധിച്ച് ഈ നാടിനോട് നമുക്ക് സവിസ്തരമായി പറയാൻ കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്ത നമ്മുടെ ജനാധിപത്യ വിശ്വാസികളെല്ലാം വരും ദിവസങ്ങളിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കൂടി പങ്കാളികളാകണം. ഉജ്ജ്വലമായൊരു വിജയം നമുക്കിവിടെ സമ്മാനിക്കുവാൻ വേണ്ടി കഴിയണം. നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. വാദ്യമേളങ്ങളും തിരുവാതിരകളിയും ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയും ചേർന്നാണ് ആവേശഭരിതമാക്കിയാണ് ഓരോ സ്വീകരണ സ്ഥലങ്ങളിലും സ്വീകരണം പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ളത്. മാവേലിക്കരയുടെ മണ്ണ് ചുമപ്പിക്കാൻ ആവേശമായ പ്രവർത്തനങ്ങൾക്കാണ് പ്രവർത്തകരോടൊപ്പം നേതാക്കളും രംഗത്തുള്ളത്. അരുൺകുമാറിന്റെ സ്വീകരണ പരിപാടികളുടെ ഉദ്ഘാടനം ചൂർനാട് തെക്ക് കൈരളി ജംഗ്ഷനിൽ മുൻ MP K സോമപ്രസാദ് നിർവഹിച്ചു. ഹിന്ദുത്വ രാഷ്ട്രം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം തമ്മിലടിപ്പിച്ച് ഭൂരിപക്ഷ മതവിശ്വാസികൾ ഹിന്ദുമത വിശ്വാസികളാണ് എന്നുള്ളത് കൊണ്ട് ആ ഹിന്ദുമത വിശ്വാസികളെ ഒരു വോട്ട് ബാങ്കാക്കി മാറ്റി ആ വോട്ട് ബാങ്കിന്റെ പിന്തുണയോടുകൂടി രാജ്യത്തെ ഭരണം തുടരുക എന്ന നയമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ആ നയം എത്രമാത്രം ആദൽക്കരമാണ് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ മണിപ്പൂരിലേക്ക് നോക്കിയാൽ മതി. CPM ശൂരനാട് കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താൻ സ്വാഗത പ്രസംഗം നടത്തി. കോവൂർ കുഞ്ഞുമോൻ MLA M ശിവശങ്കരപിള്ള, K ശിവശങ്കരൻ നായർ, RS അനിൽ, PB സത്യദേവൻ, മാധവൻ പിള്ള, ശിവദാസൻ, B ശശി, ലത്തീവ്, ചന്ദ്രബാബു, സുരേഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭാരതനാടിനെ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ ചിഹ്നഭിന്നമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു നാടായി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. നിങ്ങൾ കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ചെന്നൊന്ന് അന്വേഷിച്ചാൽ കഴിഞ്ഞ 15 വർഷക്കാലം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദി 15 വർഷക്കാലം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോ അവിടെ നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള പ്രവൃത്തി. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് കരുനാഗപ്പള്ളി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകി. ലാലാ ജംഗ്ഷനിൽ നിന്നുമാണ് സ്വീകരണ പര്യടനം ആരംഭിച്ചത്. പുത്തൻചന്തയിൽ പര്യടനം സമാപിച്ചു.
ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ സ്വീകരണ പര്യടനം കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നടത്തി. ലാലാജി ജംഗ്ഷനിൽ നിന്നുമായിരുന്നു പര്യടനം ആരംഭിച്ചത്. മണ്ഡലം പ്രസിഡന്റ് രാജേഷ് അധ്യക്ഷത വഹിച്ചു. സിനിമാ സീരിയൽ താരങ്ങളായ ഗോപകുമാർ, വിവേക് ഗോപൻ തുടങ്ങിയവരും കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, മാലിമേൽ സുരേഷ്, പാലമുറ്റത്ത് വിജയകുമാർ, സതീഷ് തേവനത്ത്, ശാലിനി രാജീവൻ, രാജീവ് രാജധാനി തുടങ്ങിയവരും പങ്കെടുത്തു. ആലുമൂട്, നമ്പരവികാല, ആലിന്തറ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ഇടയ്ക്കോട്ട് പീടികമുക്ക്, പണിക്കർക്കടവ്, കൊച്ചോച്ചിറ എന്നിവിടങ്ങളിലും അമൃതപുരി, അഴീക്കൽ, ആലുംപീടിക, മഞ്ചാടിമുക്ക് എന്നിവിടങ്ങളിലും സ്വീകരണം നൽകി. തോട്ടത്തിൽമുക്ക്, വള്ളിക്കാവ്, തേവലശ്ശേരി, അമ്പനാട്ടുമുക്ക് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം രാത്രി 11:55 പുത്തൻചന്തയിൽ സ്വീകരണം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മാവേലിക്കര മണ്ഡലം NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയ്ക്ക് സ്വീകരണം നൽകി. മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് സ്വീകരണം നൽകിയത്. താമരക്കുളത്തും ആവേശകരമായ സ്വീകരണമായിരുന്നു ലഭിച്ചത്. മാവേലിക്കര നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയ്ക്ക് താമരക്കുളത്ത് സ്വീകരണം നൽകി. താമരക്കുളത്തിന്റെ വിവിധ ഭാഗങ്ങളായ മലനട, റേഡിയോ ജംഗ്ഷൻ, ചാവടി, പുന്നക്കുറ്റ കോളനി, കല്ലുകുളം, മണ്ണാരത്ത് ജംഗ്ഷൻ, വേടറപ്ലാവ് ജംഗ്ഷൻ, വിളയിൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് സ്വീകരണം നൽകിയത്. മണ്ണാരത്ത് വാർഡിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ഞാൻ ഈ നാട് 15 വർഷക്കാലം ജനപ്രതിനിധിയായി എന്റെ ചെറുപ്പം മുതൽ എന്നിലെ രാഷ്ട്രീയക്കാരനെ, പൊതുപ്രവർത്തകനെ വളർത്തിയെടുത്ത് ഈ നാടിന് സംഭാവന ചെയ്തത് താമരക്കുളം എന്ന ഈ കൊച്ചു ഗ്രാമം. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ നീതിന്യായ കർഷക സംഗമം സംഘടിപ്പിച്ചു. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത്. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KC വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി UDF കർഷക സംഘടനകൾ കരുനാഗപ്പള്ളിയിൽ കർഷക സംഗമം സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KC വിജയൻ ഉദ്ഘാടനം ചെയ്തു. മോദി നേതൃത്വം നൽകുന്ന BJP സർക്കാരിന്റെ കർഷക ദ്രോഹത്തിൽ ദുരിതത്തിലായ രാജ്യത്തെ കർഷക സമൂഹം രാഷ്ട്രീയത്തിനതീതമായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയെ 18ാം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാവേലി സ്റ്റോറിൽ പോയി സാധനം വാങ്ങാൻ പോയിട്ട് 8 മാസമായി. അവിടെ അരിയില്ല, 13 കൂട്ടം സാധനങ്ങളില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നു, കഴിഞ്ഞ ഒരാഴ്ചയായി 13 കൂട്ടത്തിൽ 10-11 കൂട്ടം സാധനമുണ്ട്. ഞാൻ മാവേലി സ്റ്റോറിൽ പോയി സാധനം വാങ്ങിയിട്ട് അങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരായ ആൾക്കാർ തന്നെ നമ്മളോട് പറയുന്നത്, ഞങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയാൽ ഈ സർക്കാരിനൊരു മറുപടി ഞങ്ങൾ കൊടുക്കും. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് N സുഭാഷ് ബോസ് അധ്യക്ഷത വഹിച്ചു. KG രവി, തൊടിയൂർ രാമചന്ദ്രൻ, M അൻസാർ, P രാജു, ഷാജഹാൻ കാഞ്ഞിരവിള, മുനമ്പത്ത് ശിഹാബ, മാരാരിത്തോട്ടം ജനാർദ്ദനൻ പിള്ള, കയ്യാലത്തറ ഹരിദാസ്, AA കരീം, ബിനി അനിൽ, VK രാജേന്ദ്രൻ, മായാദേവി, ജോൺസൺ, ജോസ് വടക്കടം, ഷാനവാസ് കുറ്റിയിൽ, ബോബൻ ഷീനാഥ, സന്തോഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പോരുവഴി 40ാം നമ്പർ LDF ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് M ശിവശങ്കരപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. പോരുവഴി 40ാം നമ്പർ തെരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കുന്നത്തൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് M ശിവശങ്കരപിള്ള ഉദ്ഘാടനം ചെയ്തു. ഷാഹിദ് ചിറയിൽ അധ്യക്ഷത വഹിച്ചു. M പ്രതാപൻ, അക്കരയിൽ ഹുസൈൻ, കുഞ്ഞുമോൻ പുതുവിള, ബൈജു ചിറയിൽ, ശിഹാബ് വള്ളിത്തോട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് ജെയിൻ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സരസ്വതി അമ്മാളുടെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ നിന്നും വന്ന 38 തൊഴിലാളി പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന തൊഴിലാളികളുടെ റിട്ടയർമെന്റ് സംഖ്യ വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്ന് NC ബാബു ആവശ്യപ്പെട്ടു. 13 തയ്യൽ തൊഴിലാളികൾ സ്വയം സംഘടിച്ചത്. ആ സംഘടിക്കുമെന്ന ആ ഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ പ്രചോദനമായി ഈ രാജ്യത്തെ ആദ്യം ഉദയം ചെയ്ത AITUCയിൽ നിന്ന് പിളർപ്പിലൂടെ മാറി CITUവിലൂടെ ജന്മം കൊണ്ട ആ CITU എന്ന തൊഴിലാളി വർഗ സംഘടന പറയുന്നു, ഒരു തൊഴിൽ മേഖലയിൽ ഒരു സംഘടന മതി, തൊഴിലാളികളെ ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുന്നത് പ്രാകൃതമാണ്, മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് പറഞ്ഞ് ജന്മം കൊണ്ട CITUവിനെ അനുകരിച്ചുകൊണ്ടാണ് 81 AKT എന്ന സംഘടന, തയ്യൽ തൊഴിൽ മേഖലയിൽ ഒരു സംഘടന, ആ സംഘടന
സംബന്ധിച്ച് ഈ കഴിഞ്ഞ 33 വർഷക്കാലം കേരളത്തിൽ പ്രവർത്തിച്ചതിലൂടെ നമ്മളെ സംബന്ധിച്ച് നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് തന്നെ നമുക്ക് ഉയരാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ പ്രത്യശാസ്ത്രങ്ങൾ തന്നെയാണ് ഇന്നും താൽക്കാലികമായി കിട്ടുന്ന നേട്ടങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ കോൺഗ്രസുകാരൻ നാളത്തെ ബി ജെ പിക്കാരൻ മറ്റന്നാളത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന അത്തരം രീതിയിലേക്ക് ഒന്നും ചാഞ്ചാട്ടമില്ല. പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി വിതരണം ചെയ്യണമെന്നും തയ്യൽ തൊഴിലാളികൾക്ക് ESI നടപ്പിലാക്കണമെന്നും ക്ഷേമനിധി ബോർഡിലെ പോരായ്മകൾ പരിഹരിച്ച് തൊഴിലാളികളെ സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണമെന്ന തുടങ്ങി 8 പ്രമേയം കൺവെൻഷനിൽ അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി G സജീവൻ, ട്രഷറർ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊട്ടിയം ദേശീയപാതയിൽ വീണ്ടും ലോറി അപകടം. ശനിയാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ലോഡുമായി പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി നിയന്ത്രണം വിട്ട് കൊട്ടിയം ജംഗ്ഷനിലെ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആർക്കും പരിക്കില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ലോറി അപകടത്തിൽപ്പെടാൻ കാരണമെന്ന് സമീപവാസികൾ പറയുന്നു. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുമ്പോഴും റോഡിൽ മിക്കയിടത്തും രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാത്തതും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിന് സമീപത്തായി തന്നെ കഴിഞ്ഞ ദിവസം ഒഴിഞ്ഞ നാഷണൽ പെർമിറ്റ് ലോറി കുഴിയിലേക്ക് വീണ് അപകടം സംഭവിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. കരുനാഗപ്പള്ളി മാലുമേൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മേടവിഷു മഹോത്സവത്തോടനുബന്ധിച്ച് മാലുമേൽ പൊങ്കാല നടന്നു. ചലച്ചിത്ര താരം കുമാരി ദേവനന്ദ മാലുമേൽ പൊങ്കാലയ്ക്ക് ഭദ്രദീപം തെളിയിച്ചു. ഭക്തസഹസ്രങ്ങളുടെ സാന്നിധ്യത്തിലാണ് മാലുമേൽ പൊങ്കാലയ്ക്ക് കുമാരി ദേവനന്ദ തിരിതെളിയിച്ചത്. എല്ലാ ഭക്തർക്കും ദേവനന്ദ വിഷു ആശംസകൾ നേർന്നു. നമസ്കാരം. മാലുമേൽ ദേവി ക്ഷേത്രത്തിലെ എല്ലാ ദേവി ഭക്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ക്ഷേത്ര കലാപീഠം ശൂർനാട് ഹരികുമാർ സോപാന സംഗീതം നടത്തി. വയലിൻ ഫ്യൂഷൻ പൊങ്കാലയ്ക്ക് മാറ്റുകൂട്ടി. കമ്പിയിൽ നിർമ്മിച്ച അടുപ്പുകളിലായിരുന്നു ഇക്കുറി പൊങ്കാലക്കലങ്ങൾ നിറഞ്ഞത്. വരും വർഷങ്ങളിലും കമ്പിയിൽ നിർമ്മിച്ച അടുപ്പുകളിലായിരിക്കും പൊങ്കാലക്കലങ്ങൾ ഒരുങ്ങുക. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ആശ്രാമം മൈതാനിയിൽ നടക്കുന്ന കുടമാറ്റം അനിശ്ചിതത്വത്തിൽ. താമരക്കുളം മഹാഗണപതി ക്ഷേത്രമാണ് കൊല്ലം പൂരത്തോടനുബന്ധിച്ചുള്ള കുടമാറ്റത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറെടുക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് പിന്മാറ്റത്തിന് കാരണമെന്നാണ് സൂചന. ഏപ്രിൽ 15-നാണ് ആശ്രാമം മൈതാനിയിൽ കൊല്ലം പൂരത്തിനോടനുബന്ധിച്ച് കുടമാറ്റം നടക്കുന്നത്. താമരക്കുളം ശ്രീ മഹാഗണപതിയും പുതിയകാവ് ഭഗവതിയും ഇരുചേരികളിലായി മുഖാമുഖം അണിനിരക്കും. തുടർന്ന് വിവിധ വേഷങ്ങളും ചമയങ്ങളും വർണ്ണക്കുടകളും മാറി മാറി പ്രദർശിപ്പിക്കും. ഇതിന് ഭാരിച്ച സാമ്പത്തിക ചെലവാണ് ഉണ്ടാകുന്നത്. ഏകദേശം 3 ലക്ഷത്തോളം രൂപയ്ക്ക് മുകളിലാണ് ഇരുകൂട്ടർക്കുമായി കുടമാറ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ചിലവാകുന്നത്. ഒരു ഭാഗത്ത് തന്നെ ഏകദേശം 100ഓളം പേരാണ് പ്രവർത്തിക്കേണ്ടത്. കൂടാതെ കുടനിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾക്ക് വില വർദ്ധിച്ചതും കുടനിർമ്മാണത്തിൻ്റെ പ്രതിസന്ധിക്ക് കാരണമായി. എല്ലാ വർഷവും ആശ്രാമ ക്ഷേത്ര കമ്മിറ്റി 1 ലക്ഷം രൂപ വെച്ച് ഇരുവിഭാഗത്തിനും കുടമാറ്റത്തിനായി നൽകാറുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം സാമ്പത്തിക ബാധ്യത മൂലം തുക നൽകാൻ കഴിയില്ലെന്ന് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് കിട്ടിയതായി താമരക്കുളം മഹാഗണപതി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ഇതിനെ തുടർന്നാണ് കുടനിർമ്മാണവും കുടമാറ്റവും പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതിൻ്റെ ഒരു ചേരി താമരക്കുളം ശ്രീ മഹാഗണപതി ക്ഷേത്രം, അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഏകദേശമായി. പക്ഷേ ഫണ്ടില്ലാത്തതിനാൽ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. സാധാരണഗതിയിൽ ആശ്രാമം പൂരം നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പിരിവിൻ്റെ ഒരു ഭാഗമെന്ന നിലയ്ക്ക് ഇവിടെ ഒരു 1 ലക്ഷം രൂപയോളം തരുന്നതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 1,35,000 രൂപ തന്നിരുന്നു. ഇത്തവണ അതിനുള്ള സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ ഇനി 2 ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുവരെ യാതൊരു ഫണ്ടും ആശ്രാമം പൂര കമ്മിറ്റി തന്നിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ പോകുന്നതിനെ സംബന്ധിച്ച് ഇന്ന് വൈകിട്ട് മഹാഗണപതി ക്ഷേത്രം കമ്മിറ്റി കൂടുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്. അവർ തീരുമാനമെടുത്തതിന് ശേഷം ഇവിടെ ഗണപതി അമ്പലത്തിൻ്റെ മുൻവശത്ത് ഇത് പ്രദർശനം കൊണ്ട് അവസാനിപ്പിക്കുകയോ പൂരത്തിന് പോവുകയോ ഉള്ള തീരുമാനം അത് എടുക്കുന്നതാണ്. എന്നാൽ കുടമാറ്റവുമായി ബന്ധപ്പെട്ട് ആശ്രാമം പൂരക്കമ്മിറ്റിയിൽ നിന്നും യാതൊരുവിധ അറിയിപ്പുകളോ നോട്ടീസുകളോ നൽകിയിട്ടില്ലെന്നാണ് മഹാഗണപതി ക്ഷേത്ര ഭാരവാഹികൾ അറിയിക്കുന്നത്.
കുടമാറ്റവുമായി ബന്ധപ്പെട്ട് ആശ്രാമം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തുക നൽകിയില്ലെങ്കിൽ താമരക്കുളം മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ കുടമാറ്റത്തിനായി നിർമ്മിച്ചിരിക്കുന്ന കുടകളും മറ്റും പ്രദർശനം നടത്താനാണ് മഹാഗണപതി ക്ഷേത്ര ഭാരവാഹികളുടെ തീരുമാനം. ഇന്നോ നാളെയോ ചേരുന്ന മഹാഗണപതി ക്ഷേത്ര കമ്മിറ്റി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ട മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി കെട്ടുകാഴ്ച നടന്നു. എടുപ്പുകാളകളും കുതിരകളും വിവിധ ഫ്ലോട്ടുകളും ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്തി. മീനമാസത്തിലെ രോഹിണി നാളിൽ പാർത്ഥസാരഥിക്ക് കാണിക്കയായാണ് മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കെട്ടുകാഴ്ചകൾ അണിനിരുന്നത്. നിരവധി എടുപ്പുകാളകളും കുതിരകളും കൗതുകമുണർത്തുന്ന വൈദ്യുതി ഫ്ലോട്ടുകളും കെട്ടുകാഴ്ചയുടെ ഭാഗമായി. പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് യുവജന സമിതികൾ ചേർന്ന് കൂറ്റൻ എടുപ്പുകാളകളുമായി ഉത്സവവരവിനെ ആഘോഷമാക്കി. വാദ്യങ്ങൾക്കൊപ്പം ചുവടുവെച്ചാണ് ഉത്സവപ്രേമികൾ കെട്ടുകാഴ്ചയെ എതിരേറ്റത്. മുതുപിലാക്കാട് പാർത്ഥിവൻ, കോട്ടാത്തല കതിരവൻ, മുതുപിലാക്കാട് അർജുൻ, വഞ്ചിമുക്ക് ശ്രീഭദ്ര ഉൾപ്പെടെ നിരവധി എടുപ്പുകാളകൾ എത്തിയതോടെ മുതുപിലാക്കാട് ദേശം മനുഷ്യ സമുദ്രമായി മാറി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കുണ്ടറ ഇളമ്പള്ളൂർ മഹാദേവി ക്ഷേത്രത്തിൽ 10ാം ഉത്സവത്തിന് ഞായറാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രതന്ത്രി ഏരണിയൂർ ഹോരക്കാട്ടില്ലത്ത് ഈശ്വരൻ നമ്പൂതിരി, മേൽശാന്തി നാരായണൻ പോറ്റി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇളമ്പള്ളൂർ മഹാദേവി ക്ഷേത്രത്തിൽ 14-ന് പുലർച്ചെ 4-ന് വിഷുക്കണി നടക്കും. വൈകിട്ട് 4:30-ന് ഇലഞ്ഞിവേലിൽ ക്ഷേത്രത്തിൽ നിന്ന് ശിവേലി ബിംബം എഴുന്നള്ളത്തും തങ്കയങ്കി ഘോഷയാത്രയും ഉണ്ടാകും. രാത്രി 8-നാണ് കൊടിയേറ്റ്. 8:30-ന് കഥകളി അരങ്ങേറും. 15-ന് വൈകിട്ട് പ്രഭാഷണം, ഗാനമേള എന്നിവയും 16-ന് സംഗീതാർച്ചനയും 17-ന് കൈകൊട്ടിക്കളിയും അരങ്ങേറും. വിവിധ കലാപരിപാടികൾ ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. 21-ന് രാവിലെ 8-നാണ് പൊങ്കാല. വൈകിട്ട് 4-ന് താലപ്പൊലിയും ചമയവിളക്ക് ഘോഷയാത്രയും നടക്കും. അതിനാദ്യമായി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് മാധ്യമപ്രവർത്തകരുടെ പരിപൂർണമായ സഹകരണങ്ങളും സഹായങ്ങളുമാണ്. ഇളമ്പള്ളൂർ ക്ഷേത്രത്തിന്റെ മഹത്വം, ഇളമ്പള്ളൂർ ക്ഷേത്രത്തിന്റെ ചരിത്രം, ഈ നാടുമായിട്ട് വിശ്വാസ ലോകത്തിന്റെ പ്രതിബദ്ധതയും ഇതൊക്കെ സ്ഫുടമായി ചരിത്രത്തിന്റെ ഇടകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാകുമെന്ന് താലപ്പൊലി എഴുന്നള്ളത്ത് നടക്കുകയാണ്. ഈ താലപ്പൊലിയിൽ പങ്കെടുക്കുവാൻ ഈ നാട്ടിലെ അപാലബദ്ധം ബാലികമാരെയും ഭക്തജനങ്ങളെയും ഇലഞ്ഞിവേലി ശ്രീ മഹാദേവി ക്ഷേത്രത്തിലേക്ക് വൈകിട്ട് 4 മണിക്ക് എത്തിച്ചേരണമെന്ന് ദേവിയുടെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഇത് ഈ നാടിൻ്റെ ആഘോഷത്തിൻ്റെ തുടക്കുകെട്ടാണ്. ഇതിൽ ദേവിയെ അണിയിക്കാനുള്ള തങ്കയങ്കിയും ശിവേലി ബിംബവും ഉള്ള എഴുന്നള്ളത്ത് വളരെ ഭക്തിനിർഭരമായി വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടുകൂടി 23-ന് പുലർച്ചെ 4-ന് 10ാമതേ ദർശനം, 9-ന് ആറാട്ട് സദ്യ, ഉച്ചകഴിഞ്ഞ് 3-ന് ആറാട്ട് എഴുന്നള്ളത്ത്, 4:30-ന് നെടുങ്കുതിരയുടുപ്പ് എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികളായ ബി ശങ്കരനാരായണൻ, ജി പത്മകുമാർ, എസ് ഹരീഷ് കുമാർ, CR രാധാകൃഷ്ണപിള്ള എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. വാഹനഘോഷയാത്ര നടത്തി. കരുനാഗപ്പള്ളി മാലുമേൽ ഭഗവതി ക്ഷേത്രത്തിലെ മേടവിഷു മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഘോഷയാത്ര നടത്തിയത്. കരുനാഗപ്പള്ളി മാലുമേൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് വാഹനഘോഷയാത്ര നടത്തിയത്. മേടവിഷു മഹോത്സവത്തിന്റെ 8ാം ദിവസത്തെ ഉത്സവം നടത്തിയത് അരമത്തുമടം ജംഗ്ഷനിലെ മോട്ടോർ ജീവനക്കാരും ഉടമകളും മാന്യവ്യക്തികളും ചേർന്നാണ്. ഉത്സവത്തോടനുബന്ധിച്ചായിരുന്നു വാഹനഘോഷയാത്ര. നിരവധി വാഹനങ്ങളാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് കൊല്ലം അഞ്ചൽ മലവിട്ടം പ്ലാവറക്കോണം ശ്രീഭദ്ര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അനുമോദന സായാഹ്നം സംഘടിപ്പിച്ചു. ക്ഷേത്രത്തിലെ മകയിരം തിരുനാൾ മഹോത്സവ ആഘോഷത്തിന്റെ ഭാഗമായാണ് അനുമോദന സായാഹ്നം സംഘടിപ്പിച്ചത്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ആർ സജികുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുമോദന സായാഹ്നത്തിൽ ഫാദർ ജിജോ മുട്ടൽ, അൻസിൽ ഹാളിലി, അൽ അർദി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്നേഹമാണ്. ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടുവാനായിട്ട് സാധിച്ചത്. അതിലൊരു സന്തോഷമായിരിക്കാം. ഏതായാലും മഴയായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിച്ച മഴയാണ്. അത് ഇതിന്റെ ഇടയ്ക്കായി പോയി എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. അനുമോദനം അർഹതപ്പെട്ട എല്ലാവരെയും പ്രത്യേകം ഓർത്തു എന്നുള്ളതാണ്.
ആവശ്യമുണ്ട്. കാരണം ആദ്യമായി അതിന്റെ മാറ്റുകൂട്ടുന്നത് നമ്മുടെ നാടിനു വേണ്ടി പലതരത്തിലുള്ള പല മേഖലകളിൽ കൈകാര്യം ചെയ്ത വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്ന ഒരു പുണ്യമാക്കപ്പെട്ട ഒരു കർമ്മം അത് ചെയ്യാൻ ഹൃദയം കൊണ്ട് തയ്യാറായ ഈ ക്ഷേത്ര ഭാരവാഹികളോട് ഹൃദയത്തിൽ ചാലിച്ച സ്നേഹം അറിയിക്കുകയാണ്. കാരണം എസ് പ്രേംജു, രതീഷ് കുമാർ, അഫ്സൽ KN, ലിയോ, മണിയാർ ബാബു, സുദർശൻ, എസ് സജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വള്ളികുന്നം വട്ടേക്കാട് ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല നടന്നു. പകൽപൂര എതിരേൽപ്പ് ഘോഷയാത്രയും നടത്തി. വള്ളികുന്നം വട്ടക്കാട് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് പൊങ്കാല നടന്നത്. നൂറുകണക്കിന് ഭക്തരാണ് പൊങ്കാല ചടങ്ങിൽ പങ്കെടുത്തത്. ഒൻപതാം ഉത്സവത്തോട് അനുബന്ധിച്ച് പകൽ പൂര എതിരേൽപ്പ് ഘോഷയാത്ര നടന്നു. കൂട്ടം ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. താലപ്പൊലി, ചെണ്ടമേളം, തെയ്യരൂപങ്ങൾ, ജീവതകൾ എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര നടന്നത്. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. ഇളമ്പള്ളൂർ മുസ്ലിം ജമാഅത്തിൽ കവാടം ഉദ്ഘാടനം ചെയ്തു. പുതിയതായി നിർമ്മിച്ച കവാടത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. കുണ്ടറ ഇളമ്പള്ളൂർ മുസ്ലിം ജമാഅത്തിലാണ് പുതുതായി നിർമ്മിച്ച കവാടം ഉദ്ഘാടനം ചെയ്തത്. ബാബു റഹ്മാൻ, സയ്യിദ് മുഹമ്മദ് നദ്വി അൽ ഹസനി, ബാബു സലാം, അബ്ദുൽ ഷുക്കൂർ K എന്നിവർ ചേർന്ന് കവാടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. K അബ്ദുൽ ഷുക്കൂർ, സാബു K, U അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. MDMAയും കഞ്ചാവുമായി 3 യുവാക്കൾ കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിൽ. ആദിനാട്, എറണാകുളം സ്വദേശികളാണ് അറസ്റ്റിലായത്. 19 ഗ്രാം MDMAയും 75 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മാവേലിക്കരയിലെ LDF സ്ഥാനാർത്ഥിക്ക് കുന്നത്തൂരിലും NDA സ്ഥാനാർത്ഥിക്ക് മാവേലിക്കരയിലും സ്വീകരണം. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിക്ക് കരുനാഗപ്പള്ളിയിൽ വരവേൽപ്പ്. UDF കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കർഷക സംഗമം. കൊട്ടിയം ദേശീയപാതയിൽ വീണ്ടും അപകടം. കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ലോറി നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി. കൊട്ടിയം ജംഗ്ഷനിലായിരുന്നു അപകടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.